എസ് കെ ഞാൻ ഈ റോസാപ്പൂവായിട്ട് എന്താണ് എന്നുള്ളത് എസ് കെന് തോന്നും. അപ്പോൾ നമ്മുടെ കോഴിക്കോട്ടുകാർക്ക് മലബാറുകാർക്ക് ഏറെ സന്തോഷമുള്ള ദിവസമാണ്. കാരണം ക്രൈസ്തവ സഭാ വിശ്വാസികൾക്ക് പുതിയ അതിരൂപത കിട്ടി, പുതിയ ആർച്ച് ബിഷപ്പ് കിട്ടി. ഈ ഘട്ടത്തിൽ എസ് കെ എൻ മോർണിംഗ് ഷോയിലേക്ക് നമ്മുടെ ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ചേരുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണം ഇന്ന് നടക്കുന്നതിന് മുൻപാണ് നമ്മളോടൊപ്പം തത്സമയത്തിൽ ചേരുന്നത്. പിതാവേ, ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ 24 ടീമിൻ്റെ ഫ്ലവേഴ്സ് ടീമിൻ്റെ ആശംസകൾ, അഭിനന്ദനങ്ങൾ. യെസ്, ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആർച്ച് ബിഷപ്പ് ആവുക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ എല്ലാ വൈദികർക്കും കിട്ടുന്ന അംഗീകാരമല്ല, അപൂർവമായി കിട്ടുന്ന അംഗീകാരമാണ്. അങ്ങേക്കാണെങ്കിൽ അങ്ങ് ഇരിക്കുന്ന ഇടം പുതിയ അതിരൂപതയായിക്കൊണ്ടാണ് ആർച്ച് ബിഷപ്പ് ആകുന്നത്. ഇന്ന് വൈകിട്ട് സ്ഥാനാരോഹണം നടക്കുകയാണ്. എങ്ങനെയാണ് ഇതിനെക്കുറിച്ച്? ഞാനിതിനെ കാണുന്നത് വലിയൊരു ദൈവാനുഗ്രഹമായിട്ടാണ്. അതായത് ഒരു കൃപയാണിത്, ദൈവം തന്ന അനുഗ്രഹം. അതുപോലെ തന്നെ ധാരാളം പേരുടെ പ്രാർത്ഥനയുണ്ട് ഇതിൻ്റെ പിന്നിൽ. അവരെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പലരും എന്നോട് പറയുമായിരുന്നു, ഇതെന്നാ ആർച്ച് ഡയസിസ് ആവുന്നതെന്നൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോൾ അവർ തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. അപ്പോൾ പ്രാർത്ഥനയുടെ ഫലമായിട്ടും ദൈവാനുഗ്രഹം നമുക്ക് കിട്ടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പിതാവിൻ്റെ ഒരു കുട്ടിക്കാലം മുതൽ ഒരു ദൈവവഴിയിലൂടെ ആയിരുന്നല്ലോ യാത്ര. പഠനം കഴിയുന്നു, അത് കഴിഞ്ഞ് കോളേജിൽ പ്രൊഫസറാവുന്നു. ഇതൊക്കെ ഈ ഒരു പ്രവർത്തനത്തിലൂടെ ഇങ്ങനെ പോവുകയാണ്. ഈ കർത്താവിൻ്റെ വഴിയിലേക്ക് ആ ഒരു വഴി സ്വീകരിക്കുന്ന ഘട്ടം ഇപ്പോഴെങ്ങനെയാണ്? കുട്ടിക്കാലത്ത് തന്നെ അച്ഛനായി മാറാനുള്ള, വീട് വിട്ടിറങ്ങാനുള്ള തീരുമാനം എടുത്തത് ഇപ്പോഴെങ്ങനെയാണ് ഓർക്കുന്നത്? ഞാൻ ചെറുപ്പം മുതലേ പള്ളിയിൽ പോകുമായിരുന്നു. അന്ന് മാളയിലാണ് പള്ളിയും അല്ലേ? തൃശ്ശൂർ മാളയിലെ പള്ളി. അതെ അതെ. അപ്പോൾ എൻ്റെ അപ്പനും അമ്മയും ഡെയിലി പള്ളി പോകുമായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഞാനും പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പള്ളിയോട്, വൈദികരോട്, അതുപോലെ നമ്മുടെ പ്രധാനപ്പെട്ട പൂജയായ വിശുദ്ധ കുർബാനയോടൊക്കെ എനിക്ക് വളരെയധികം ഒരു അടുപ്പം വന്നു. ആ അടുപ്പം വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ പതുക്കെ പതുക്കെ നമ്മളെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ, എന്തുകൊണ്ട് നിനക്കൊരു വൈദികനായിക്കൂടാ? കാരണം പ്രസംഗിക്കാൻ പറ്റും, പിന്നെ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പറ്റും, കൂടാതെ ജനങ്ങളുമായിട്ട് നല്ല ബന്ധം പുലർത്താൻ പറ്റും. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹം എന്ന് പറയുന്നത് ദൈവം തോന്നിപ്പിച്ചതാണ്. കാരണം ദൈവവിളി എന്ന് പറയുന്നത് നമ്മൾ തീരുമാനിക്കുന്ന പോലെയല്ല. ദൈവം വിളിച്ചാലേ നമുക്ക് അതിന് പോകാൻ പറ്റുള്ളൂ. നമുക്ക് ആഗ്രഹം ഉണ്ടായാൽ മാത്രം പോരാ. പക്ഷേ ദൈവം വിളിച്ചു, ഞാനെ വിളിക്ക് ഉത്തരം നൽകി, അങ്ങനെ ഞാനൊരു വൈദികനായെന്ന് പറയാൻ പറ്റും. ഈ അത് കഴിഞ്ഞുള്ള യാത്രയിൽ വിവിധ സ്ഥലങ്ങളിൽ ബിഷപ്പാവുന്നു, അതുപോലെ അച്ഛനായി വിവിധ പള്ളിയിൽ സേവനമനുഷ്ഠിക്കുന്നു, അതുപോലെ തന്നെ വൈദികരെ പഠിപ്പിക്കുന്ന, ഇതിലൊക്കെ ഇങ്ങനെ ഏർപ്പെട്ട് മുന്നോട്ട് പോയി. ആ ജീവിതയാത്രയെ എങ്ങനെയാണ് ഒന്ന് സംക്ഷിപ്തമായി പറയാം? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതയാത്രയെ പറ്റി പറയുമ്പോൾ എനിക്ക് എല്ലാവരിൽ നിന്നും സ്നേഹവും കരുതലും കരുണയും വാത്സല്യവും എല്ലാം കിട്ടി വളർന്നവനാണ് ഞാൻ. എവിടെ ചെന്നാലും എല്ലാവരും എന്നെ നന്നായി കാണുകയും നന്നായി സ്വീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു പുഞ്ചിരി, ഒരു നല്ല വാക്ക്, അങ്ങനെയൊക്കെയുള്ള. അതുപോലെ തന്നെ എന്നോട് എല്ലാവരും ആ പെരുമാറിക്കൊണ്ടിരുന്നതൊക്കെ വളരെ തോട്ട്ഫുള്ളായിട്ടാണ്, വളരെ കരുതലോടു കൂടിയൊക്കെയാണ്. അതുപോലെ തന്നെ എനിക്ക് ധാരാളം പ്രോത്സാഹനങ്ങൾ ധാരാളം പേര് നൽകിയിട്ടുണ്ട്. അപ്പം ഞാനിന്ന് ഇവിടത്തോളം വരെ ആയെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ മനുഷ്യർ തന്നെയാണ്. എൻ്റെ കൂടെയുള്ളവർ, അകലെയുള്ളവർ, ഇവരെല്ലാവരും നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും നമ്മളെല്ലാ തരത്തിലും വളർത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു മനുഷ്യരുടെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്നത് ഒന്നാമത് ദൈവം, രണ്ടാമതായിട്ട് നമ്മുടെ കൂടെയുള്ളവരാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു എപ്പോഴും ഒരു പോസിറ്റീവായിട്ട് എല്ലാവരെ പറ്റി ചിന്തിക്കാനും പറയാനൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവരിൽ നിന്നെല്ലാം പഠിച്ച ഒരു സ്പിരിച്വാലിറ്റി, ഒരു ആധ്യാത്മികത എന്ന് പറയുന്നത് ഒരു ഇൻക്ലൂസീവ് സ്പിരിച്വാലിറ്റിയാണ്. എല്ലാത്തിനെയും ചേർത്ത്. അതെ. മാത്രമല്ല ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, പിതാവ് എപ്പോഴും ഒരു ഭയങ്കരമായ ഒരു മതേതരത്വ നിലപാട്, എല്ലാത്തിനെയും ചേർത്ത് പിടിക്കണം. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടം ഡിമാൻഡ് ചെയ്യുന്നു അതാണ്. അതായത് മതവികാരങ്ങൾ മറ്റുള്ളവരെ വ്രണപ്പെടുത്താതെ കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അതെങ്ങനെയാണ് അതിൽ അങ്ങയുടെ കാഴ്ചപ്പാട് പ്രേക്ഷകരോട് പങ്കുവയ്ക്കും? പ്രത്യേകിച്ച് ഇന്നത് ആവശ്യമാണ് മതവർഗീയത വർദ്ധിക്കുമ്പോൾ. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും സ്വീകരിക്കുന്ന, എല്ലാവരെയും അംഗീകരിക്കുന്ന ഒരു മനോഭാവം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. ഇവിടെ പല മതക്കാരുണ്ട്, പല ജാതിക്കാരുണ്ട്, പല ഭാഷകളുണ്ട്.
പക്ഷേ ആത്യന്തികമായിട്ട് നമ്മൾ മനുഷ്യരാണ്. എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ എപ്പോഴും ഒരു നല്ല മനുഷ്യനാകാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഒരു കുട്ടിയായിരിക്കുമ്പോൾ മുതൽ എല്ലാവരെയും ചേട്ടാന്ന് വിളിക്കേണ്ടത് ചേട്ടാന്ന് വിളിക്കും. അങ്ങനെയൊക്കെ എല്ലാവരോടും നന്നായിട്ട് പെരുമാറി. അത് ഹിന്ദു ആയാലും മുസൽമാനായാലും ക്രിസ്ത്യാനി ആയാലും അവരോടൊക്കെ നല്ല ബന്ധങ്ങൾ പുലർത്തി ഞാൻ വളർന്നു വന്നിട്ടുള്ളൂ. അതിൻ്റെ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ തൊട്ട് വീടിന് മുന്നിലൊരു മുസ്ലിം കുടുംബമാണ്, അപ്പുറത്തൊരു ഹിന്ദു കുടുംബമാണ്, പിന്നെ ഒരു ക്രിസ്ത്യാനി കുടുംബം. അപ്പോൾ ഇവരൊക്കെ ആയിട്ട് നല്ല ബന്ധങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ ബന്ധങ്ങളൊക്കെ കാരണം എൻ്റെ മനസ്സിൽ ഇവരെല്ലാവരെയും സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനൊക്കെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ഇന്നും ഞാൻ തുടർന്നുകൊണ്ട് പോരുന്നു. എനിക്ക് ആരും അന്യരല്ല, എല്ലാവരും എൻ്റെ സ്വന്തമാണെന്നുള്ള ഒരു വിചാരമുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഇവിടെ നമ്മുടെ കാലിക്കറ്റ് സിറ്റിയിലൊക്കെ നിങ്ങളിപ്പോൾ പത്രപ്രവർത്തകർ എന്നോട് ഒത്തിരി സ്നേഹം എല്ലാവരും കാണിക്കാറുണ്ട്. ഞാൻ അവർക്കൊന്നും ചെയ്തു കൊടുത്തിട്ടല്ല, പക്ഷെ അവരുടെ സ്നേഹം അത് അവരുടെ നന്മയാണത്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ നമ്മളുടെ ഇവിടുത്തെ വലിയ വലിയ പ്രമുഖരായിട്ടുള്ള സാംസ്കാരിക നായകന്മാർ, മത നേതാക്കൾ, രാഷ്ട്രീയ നേതാക്കളൊക്കെ നമ്മളോട് ഒത്തിരി സ്നേഹം കാണിക്കുന്നത്. സ്നേഹിച്ചാൽ സ്നേഹം കിട്ടും. അതെ, കിട്ടും. ഈ ലോ ഓഫ് ദി എക്കോ എന്ന് പറയും. അതായത് എന്താ പറയുന്നത്, എക്കോ എന്ന് പറഞ്ഞിട്ട് മാറ്റൊലിയുടെ നിയമം. മാറ്റൊലി നിയമം നമ്മൾ കൊടുക്കുന്നു, നമുക്ക് കിട്ടുന്നു, അല്ലേ? അപ്പോൾ ജീവിതത്തിൽ നമ്മളെന്താ കൊടുക്കുന്നത് അത് നമുക്ക് തിരിച്ചു ലഭിക്കും. അപ്പം ഞാനൊരു ചിരി കൊടുത്തെങ്കിൽ എനിക്കൊരു ചിരി കിട്ടും, ചിലപ്പോൾ കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഈ ഫോർമേഷൻ, ഞാൻ വളർന്നു വന്ന സാഹചര്യമൊക്കെ കൂടി ഇങ്ങനെ എനിക്കിന്ന് സാധിക്കുന്നത്. പക്ഷേ ഞാൻ പറയുന്നത്, ഞാൻ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ആളുകൾ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളൊരു വിചാരമാണ് എനിക്കുള്ളത്. ഞാനിപ്പോൾ മെത്രാനായി കഴിഞ്ഞ ഉടൻ തന്നെ, ആർച്ച് ബിഷപ്പായി ഇന്ന് പ്രഖ്യാപനം നടത്തിയ ഉടൻ തന്നെ എത്രയോ പേരാണെന്നറിയാമോ ഇവിടെ വന്ന് എന്നെ കാണാനായിട്ട് വന്നത്. എല്ലാവർക്കും ഒരു ഫോട്ടോ എടുക്കണം, ചിലപ്പോൾ ഒരു അതെ ബൊക്കെ തരും, ഒരു ഷോൾ ഇടും, അങ്ങനെയൊക്കെ. അതായത് അവർക്ക് തോന്നുന്നു ഇത് ഞങ്ങളുടെ ആളാണ് എന്ന് തോന്നിയിട്ട് അവർ വരുന്നത്. മറ്റൊന്ന്, ഇന്നിപ്പം വൈകിട്ട് ചടങ്ങാണ്. ഇന്നാണ് ഔദ്യോഗികമായി അങ്ങ് ആർച്ച് ബിഷപ്പായിട്ടുള്ള സ്ഥാനാരോഹണം നടക്കുന്നത്. അതേക്കുറിച്ച് കൂടി ഒന്ന് പങ്കുവയ്ക്കും. ഇന്ന് വൈകുന്നേരം 3 മണിക്കാണ് പരിപാടികൾ ആരംഭിക്കുന്നത്. അതിന് ആ പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പയുടെ പ്രതിനിധിയായ ജിറല്ലി, ലിയോപാൾഡോ ജിറല്ലി എന്ന് പറയും. അദ്ദേഹം ആർച്ച് ബിഷപ്പാണ്. ആ ആർച്ച് ബിഷപ്പായിരിക്കും ഇതിനെല്ലാത്തിനും നേതൃത്വം വഹിക്കുന്നത്. പ്രസംഗം പറയുന്നത് നമ്മുടെ തിരുവനന്തപുരത്തെ കർദിനാളായ കർദിനാൾ ക്ലീമിസാണ്. അതുപോലെ ധാരാളം വൈദികരും മെത്രാന്മാരും അതുപോലെ അൽമായരും സന്യസ്തരൊക്കെ പങ്കെടുക്കുന്ന വലിയൊരു പരിപാടി ആയിരിക്കും അത്. അതുപോലെ നിങ്ങളെപ്പോലുള്ള പത്രക്കാരെല്ലാവരും പങ്കെടുക്കും. അപ്പോൾ മറ്റൊന്ന്, ഇപ്പോൾ വിശ്വാസികൾ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നം ഈ വന്യജീവികളുടെ ആക്രമണമാണ്. പിതാവാണെങ്കിൽ എപ്പോഴും വിശ്വാസികളെ ചേർത്ത് പിടിക്കുകയും അവർക്ക് ബഹുമുഖമായ സംരക്ഷണം ഒരുക്കണമെന്ന് പറയുകയും ചെയ്യുന്നതാണ്. ഈ വിഷയത്തിൽ എങ്ങനെയാണ് നിലപാട്? ഇനി എന്താണ് ചെയ്യാൻ പറ്റുന്നത്? അതായത് ഇത് വേണ്ടപ്പെട്ടവർ, അധികാരത്തിലിരിക്കുന്നവർ പ്രത്യേകിച്ച് അതിൽ ശ്രദ്ധ കൊടുക്കണം. മനുഷ്യജീവന് വില കൊടുക്കണം. ഒരു ജീവനും വന്യമൃഗം മൂലം നശിക്കാനായിട്ട് ഇടവരരുത്. അതിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഗവൺമെൻറ് അല്ലെങ്കിൽ മറ്റ് തദ്ദേശ ഭരണ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് നോക്കണം. പക്ഷെ നമുക്കൊരു കാര്യം പറയാം, ചിലപ്പോഴൊക്കെ നമ്മളിതൊക്കെ ഉണ്ടാക്കിയാലും അപകടങ്ങൾ ഉണ്ടാകാം. പക്ഷെ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഒരു പോരായ്മ ഉണ്ടാകരുത്. അതിനിപ്പോൾ എനിക്ക് തോന്നുന്നു, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ കുറേ സമയങ്ങളിൽ ഈ മൃഗങ്ങളെ വേട്ടയാടാനും കൊല്ലാനുമുള്ള അനുവാദം കൊടുക്കും, ലൈസൻസ് കൊടുക്കും. അതനുസരിച്ച് പന്നി അതുപോലെ മറ്റു മൃഗങ്ങളെയൊക്കെ പിടിക്കാനും ഇതൊക്കെ സാധിക്കും. പക്ഷേ ഇവിടെ അതിനുള്ള പെർമിഷനൊന്നുമില്ല. അതുപോലത്തെ ഒരു സംവിധാനം എന്തുകൊണ്ട് ഇവിടെ ആയിക്കൂടാന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ചോദിച്ചതായിട്ട് ഞാൻ കേട്ടു. അത് നല്ലൊരു കാര്യമാണ്. അത് എക്സിക്യൂട്ട് ചെയ്താൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ ഈ മൃഗങ്ങൾ, നമുക്ക് മൃഗങ്ങളോടൊക്കെ സ്നേഹമുണ്ട്, നമ്മളൊരിക്കലും മൃഗങ്ങളെ കൊല്ലണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. പക്ഷേ ഈ മൃഗങ്ങൾ ഒത്തിരി കൂട്ടമായിട്ടൊക്കെ നമ്മുടെ പറമ്പുകളിൽ കയറി പറമ്പ് നശിപ്പിക്കുന്നു, ആളുകൾ ഉപദ്രവിക്കുന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ അപ്പോൾ ഈ വന്യമൃഗ സംരക്ഷണം വേണം. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് മനുഷ്യ സംരക്ഷണം കൂടി വേണം. അതാണ് പ്രധാനപ്പെട്ടത്. താങ്ക് യു. അവസാനമായി നമ്മുടെ പ്രേക്ഷകരോട്, 24 പ്രേക്ഷകരോട്, ഈ ആർച്ച് ബിഷപ്പായി സ്ഥാനാരോഹണം നടത്തുന്നതിന് ഏതാണ്ട് മണിക്കൂറുകൾ മുൻപാണ് നമ്മൾ സംസാരിക്കുന്നത്, എന്താണ് പറയാനുള്ളത്?
എനിക്ക് പറയാനുള്ളത് നമ്മളുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക്, നമ്മുടെ രാജ്യത്തിലേക്ക് സമാധാനം കടന്നു വരട്ടെ, ഐക്യം കടന്നു വരട്ടെ, കൂട്ടായ്മ കടന്നു വരട്ടെ, സ്നേഹം കടന്നു വരട്ടെ. അങ്ങനെ നമുക്ക് ഒരു സ്നേഹത്തിൻ്റെ നാഗരികത, ഒരു സ്നേഹത്തിൻ്റെ സംസ്കാരം, എ കൾച്ചർ ഓഫ് ലവ്, എ സിവിലൈസേഷൻ ഓഫ് ലവ്, അത് വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി നമുക്കെല്ലാവർക്കും കൂടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. നമുക്ക് പലതരത്തിലുള്ള വൈവിധ്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ മനുഷ്യരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പരസ്പരം സ്നേഹിച്ച് ആദരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു നല്ല ഇന്ത്യയെ, ഒരു നല്ല കേരളത്തെ, ഒരു നല്ല കുടുംബത്തെ, ഒരു നല്ല വ്യക്തി ജീവിതത്തെയൊക്കെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് ദീപകിനോട് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, അതുപോലെ ഈ ശ്രോതാക്കളോടും പറയാനുള്ളത്. താങ്ക് യു. SKN എപ്പോഴും 24-നൊപ്പം നമ്മളെ ചേർത്ത് പിടിക്കുന്ന പിതാവാണ്. പിതാവിൻ്റെ ഈ നേട്ടം പ്രത്യേകിച്ചും ഇന്ന് സ്ഥാനാരോഹണമാണ്, ഞങ്ങൾക്കും ഒരു ആഘോഷമാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. SKN വളരെ കൃത്യമായി പറഞ്ഞാൽ പിതാവ് ആർച്ച് ബിഷപ്പ് ആകുമ്പോൾ അതിൽ നമുക്കും സന്തോഷമുണ്ട്, നമ്മുടെ പ്രേക്ഷകർക്കും സന്തോഷമുണ്ട്. കാരണം എപ്പോഴും 24-നൊപ്പം നിന്ന ഒരു വൈദികനാണ്. ഏറ്റവും ഒടുവിൽ നമ്മുടെ ലഹരിക്കെതിരായ പ്രവർത്തനത്തിലും അദ്ദേഹം സജീവമായി പങ്കെടുത്തു, നമ്മുടെ സമാപന സമ്മേളനത്തിലും പങ്കെടുത്തതാണ്. ക്യാമറമാൻ ഷിജു ചവറയ്ക്കൊപ്പം ബിഷപ്പ് ഹൗസിൽ നിന്നും ദീപക് ധർമ്മടം, 24.